ഹായ് ഹലോ ഇന്നത്തെ നോമ്പിന് മന്തിയും കട്ട്ലേറ്റാണ് കേട്ടോ സ്പെഷ്യൽ ഉണ്ടാക്കിയത്. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് 4 മാഗി ക്യൂബ്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണ് ഏലക്ക, പിന്നെ അര ഗരം മസാല ഇവയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ 1 കിലോനാണ്. അത് മന്തി കട്ട് എന്ന് പറഞ്ഞു, പക്ഷേ പീസ് വേറെ രീതിക്കാട്ടോ ബിരിയാണി കട്ടിനാണ് വന്നത്. അതിലോട്ട് ഈ ചേരുവകളൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനോടൊപ്പം ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കൻ നന്നായി വെള്ളമില്ലാതെ കഴുകിയിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഒരു ഫോർക്ക് ഇട്ട് കുത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു കളറും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഈ ചിക്കൻ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കട്ട്ലേറ്റ് പണിക്ക് നിന്നു കേട്ടോ. അതും രാവിലെ തന്നെ ആയിട്ടാണ് ചെയ്ത് വയ്ക്കുന്നത്. അർജു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ആ സമയം ഇത് ചെയ്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് തുറക്കുമ്പോഴത്തേനും അധികം പരിപാടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് വാടി വരുമ്പോൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇന്നലത്തെ അത്താഴത്തിൻ്റെ ചിക്കൻ ഫ്രൈയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിക്കൻ്റെ അളവൊക്കെ മാറ്റം വരുത്താട്ടോ അതിൽ. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒരെണ്ണം പുഴുങ്ങിയത് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കുക. അതിന് ശേഷം ലാസ്റ്റ് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് അവിടെ മൂടി വെച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ്ങിന് പോയി. ക്ലീനിങ്ങും അതുപോലെ തന്നെ കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് പിന്നെ മന്തി പരിപാടിക്ക് ഒരു വൈകുന്നേരം നിന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നിന്നു. ചിക്കൻ തിരിച്ചു മറിച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ദമ്മിൽ കിടന്ന് വേവും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് തിരിച്ചു മറിച്ചിട്ട് ആദ്യം ചിക്കൻ കുക്ക് ചെയ്തെടുത്തു. ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും ഞാൻ ഗ്യാസ് അടുപ്പിൽ അരി വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 4 കപ്പ് ഇന്ത്യ ഗേറ്റ് സെല്ല ബസ്മതി റൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയിൽ കുറച്ച് ഉപ്പും സൺഫ്ലവറും ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അരിയിട്ട് വേവിച്ചു. ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. പിന്നീട് മന്തി സെറ്റാക്കാൻ നിന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടാവും കേട്ടോ. ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് അടി പിടിക്കാത്ത രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അടിഭാഗത്ത്. പിന്നീട് മാറ്റി വെച്ച കുറച്ച് ചോറ് ഇട്ടിട്ട് മാറ്റി വെച്ച എണ്ണ ആ ചോറിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു ലെയർ ചോറിടുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച എണ്ണ ഒഴിക്കുക. ഒരു 1/2 കപ്പ് എണ്ണ വന്നിട്ടുണ്ടാവും കേട്ടോ. ബാക്കി അതിൽ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഒരു കളറും മന്തിയുടെ ലുക്കൊക്കെ വരാനായിട്ട് കുറച്ച് കളറും അതുപോലെ തന്നെ മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്തു കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ചമുളകൊക്കെ കുത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് ഒരു അരമണിക്കൂർ ദമ്മിട്ട് വെച്ചു കേട്ടോ ലോ ഫ്ലെയിമിൽ. അപ്പത്തിന് ഞാൻ കട്ട്ലേറ്റ് പൊരിക്കാനായിട്ട് നിന്നു കേട്ടോ. കുറച്ച് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നീട് കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് ഓരോ കട്ട്ലേറ്റുകളായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തു.
അങ്ങനെ കട്ട്ലറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും പിന്നെ കസ്റ്റർഡും അതുപോലെ തന്നെ ആപ്പിൾ ഷേക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തയ്യാറാക്കി. അങ്ങനെ 4ാമത്തെ നോമ്പും ഇവിടെ കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ 4ാമത്തെ നോമ്പും തുറന്നു. പിന്നീട് മന്തിയൊക്കെ പിന്നെ എന്താ പറയുക തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുള്ളൂ. മന്തിയിലോട്ട് ഈ സാലഡും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ബായ്.